നമസ്കാരം. നിങ്ങൾക്കിത് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന വീഡിയോ ആയിരിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഒരു പക്ഷേ നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും ഒരു വാഹന ഓണറും ആ വാഹനം വർഷങ്ങളായിട്ട് സർവീസ് ചെയ്യുന്ന ഒരു മെക്കാനിക്കും തമ്മിലുള്ള ഒരുമിച്ചിട്ടുള്ള ഒരു വീഡിയോ കാണുന്നത്. എൻ്റെ പേര് വിനോദ് എന്നാണ്. ഞാൻ കണ്ണൂർ ജില്ലയിൽ മട്ടന്നൂരാണ് എൻ്റെ സ്വദേശം. കഴിഞ്ഞ 4.5 വർഷത്തോളമായിട്ട് ടാറ്റ സഫാരി എന്ന് പറയുന്ന ഒരു വാഹനം ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. 2021 പുതിയ മോഡലാണ്. ഈ വണ്ടി ഞാൻ പർച്ചേസ് ചെയ്തത് കണ്ണൂർ KVR നിന്നാണ്. സ്ഥിരമായിട്ട് ഈ വണ്ടി സർവീസ് ചെയ്തതും കണ്ണൂർ KVR തന്നെയാണ്. അവിടെ എൻ്റെ വണ്ടി എടുത്തത് മുതൽ സർവീസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഇന്ന് എൻ്റെ കൂടെ ഉള്ളത്, എൻ്റെ സുഹൃത്താണ്. ജസ്റ്റ് അദ്ദേഹത്തിനെ ഒന്ന് പരിചയപ്പെട്ടതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ടോപ്പിലേക്ക് കടക്കാം. പ്ലീസ് വിജേഷ്. എൻ്റെ പേര് വിജേഷ്. ഞാൻ KVR ടാറ്റയിൽ ടെക്നീഷ്യനായിട്ട് വർക്ക് ചെയ്യുന്നു. 14 വർഷമായി വർക്ക് ചെയ്യുന്നത്. അത് മാത്രമല്ല, വിജേഷിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടെക്നീഷ്യൻ എന്ന് പറയുന്ന സമയത്ത് അവിടുത്തെ സീനിയർ ടെക്നീഷ്യനാണ്. കഴിഞ്ഞ വർഷം, അതായത് 2025 ബെസ്റ്റ് പെർഫോമർക്കുള്ള ടെക്നീഷ്യനുള്ള അവാർഡും കൂടെ വാങ്ങിയിട്ടുള്ള ഒരാളാണ് വിജേഷ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഇൻ്റർവ്യൂ എന്ന് പറയുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു വീഡിയോ എന്ന് പറയുന്ന സമയത്ത്, ഞാൻ ഒരുപാട് വീഡിയോ ടാറ്റ സഫാരിയായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇതേപോലത്തെ ഒരു വീഡിയോ ഞങ്ങൾ ആദ്യമായിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങൾ വിജേഷിനോട് ചോദിക്കാനുണ്ട്. അതിനെ ബേസ് ചെയ്തിട്ട് വിജേഷിൻ്റെ ഇത്രയും വർഷത്തെ ഒരു എക്സ്പീരിയൻസും, അതുമാത്രമല്ല ഈ ഒരു വാഹനം 4.5 വർഷമായിട്ട് സർവീസ് ചെയ്തതിൻ്റെ ഒരു എക്സ്പീരിയൻസും എല്ലാം വിജേഷ് നമ്മളോടൊന്ന് ഷെയർ ചെയ്യുന്നുണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചൊന്ന് കേട്ടോളൂ. എൻ്റെ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: ഒരു മെക്കാനിക്ക് എന്ന നിലയിൽ ടാറ്റ സഫാരിയോടുള്ള നിങ്ങളുടെ അനുഭവം ഒന്ന് പങ്കുവെക്കാമോ? GS6 വണ്ടിയാണ്. പിന്നെ ഡ്രൈവിംഗ് നല്ല കംഫർട്ടബിൾ ആണ് ഓടിക്കാനും. പിന്നെ നല്ലൊരു ക്ഷീണം കാര്യങ്ങളൊന്നുമില്ല. ഓടിക്കാൻ നല്ല സുഖമാണ്. അതേപോലെ തന്നെ ബ്രേക്ക് 4 ഡിസ്ക്കാണ്, ഡിസ്ക് ബ്രേക്കാണ് ഇതിലുള്ളത്. അതേപോലെ നല്ല ഓടിക്കാൻ നല്ല കംഫർട്ടബിൾ തന്നെ. അങ്ങനെ പ്രത്യേകിച്ചിട്ടൊന്നും എടുത്ത് പറയേണ്ടതെന്ന് വെച്ചാൽ സസ്പെൻഷനും കാര്യങ്ങളിലും പിന്നെ നല്ലൊരു സസ്പെൻഷനാണ്. കംപ്ലൈൻ്റ് ഒന്നും അങ്ങനെ വരാതൊരു സസ്പെൻഷനാണ് ഇതുവരെ. പിന്നെ പ്രത്യേകിച്ച് വേറെ ഒന്നും കൂടുതലായിട്ടൊന്നുമില്ല. അടുത്ത രണ്ടാമത്തെ ചോദ്യം ഇതാണ്: എത്ര വർഷമായിട്ട് വിജേഷ് ടാറ്റ സഫാരി ഈ ഒരു പുതിയ മോഡൽ സർവീസ് ചെയ്യുന്നുണ്ട്? അതോടൊപ്പം തന്നെ ഈ മോഡലിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഈ വണ്ടി 4.5 വർഷമായി അല്ലേ? 4 വർഷമായി. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഡീസൽ എക്സോസ്റ്റ് ഫ്യൂൾഡ് ഉണ്ട്, ഡെഫ് എന്ന് പറയും. അതേപോലെ പിന്നെ സ്റ്റിയറിങ് റാക്ക് ആൻഡ് പീനിയനാണ്. പഴയ മോഡൽ വണ്ടിക്ക് ബോക്സാണ്, ഇത് റാക്ക് ആൻഡ് പീനിയൻ. അതേപോലെ ഗിയർ ബോക്സ്, പിന്നെ ക്ലച്ച്, അതിൻ്റെ ഫ്ലൈ വീല്, അങ്ങനെ കുറേ പ്രത്യേകത ഇതിനുണ്ട്. സസ്പെൻഷൻ പ്രത്യേകത ഉണ്ട്. സസ്പെൻഷൻ ഇങ്ങനെ പെട്ടെന്ന് കംപ്ലൈന്റ് ആവില്ല. അല്ല, ഞാൻ ഈ വണ്ടി എടുക്കുന്ന സമയത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം തന്നെ അതാണ്. ഫസ്റ്റ് തന്നെ എന്നെ കണ്ണൂര് പയ്യാമ്പലം ഭാഗത്തേക്ക് കൊണ്ടുപോയത്. അപ്പോൾ അവിടെ കുറച്ച് ഹംസ് അടുപ്പിച്ചിട്ടുണ്ട്. അതിൽ കയറിയത് ഞാൻ അറിഞ്ഞില്ല. നമുക്ക് സാധാരണ ഒരു വണ്ടി കയറുന്ന സമയത്ത് നമുക്ക് ശരിക്കും അത് ഫീൽ ചെയ്യും. അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട. ഒരുപക്ഷെ അതായിരിക്കാം ഞാൻ ഈ വണ്ടി സെലക്ട് ചെയ്യാൻ തന്നെ കാരണം എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ സസ്പെൻഷന് കംപ്ലൈന്റ് കുറവാണ്. ഇപ്പോൾ ഞാനിപ്പോൾ 1 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടും ഇപ്പോൾ ഞാൻ വിജേഷ് ഇടയ്ക്ക് ചോദിക്കാറുണ്ട്, ഇനി എപ്പോഴായിരിക്കും ഇതിന്റെ സസ്പെൻഷൻ നമ്മളെന്ന് എന്തെങ്കിലും പണി വരും എപ്പോഴാന്ന് പറഞ്ഞ സമയത്ത് വിജേഷ് ഇതേവരെ എന്നോട് പറഞ്ഞു, നിങ്ങൾ ഓടിച്ചോ, ഇതേവരെ അതിന് പണികളൊന്നും വരാനുള്ള സാധ്യത ഇല്ല എന്നുള്ള രീതിയിലാണ് വിജേഷ് സംസാരിച്ചിട്ടുള്ളത്. ശരിയല്ലേ? ഓക്കെ. അടുത്തൊരു മെയിനായിട്ടുള്ള ചോദ്യം ഉണ്ടെങ്കിൽ ആളുകൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യം, അതിൻ്റെ ഉത്തരമാണ്. അതായത് സാധാരണയായിട്ട് ടാറ്റ സഫാരിക്ക് എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഉള്ളത് എന്നുള്ളതാണ്. എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട് എനിക്ക് ഇതേവരെ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങൾ വന്നിട്ടില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. അതായത് ഞാൻ പറഞ്ഞു 1 ലക്ഷം കിലോമീറ്ററിൻ്റെ അടുത്തായി, 4.5 വർഷമായി. എനിക്ക് ആകെ വന്നിട്ടുള്ള 2 പ്രശ്നങ്ങളിൽ, ഒന്ന് ഇതിൻ്റെ ഹാൻഡ് ബ്രേക്ക് ഒരു തവണ മാറ്റേണ്ടി വന്നു, പിന്നെ 2 പ്രാവശ്യം ഹീറ്റർ പ്ലഗ് മാറ്റേണ്ടി വന്നു. അതല്ലാതെ വിജേഷ് വേറെന്താണ് ഇതിന് കോമൺ ആയിട്ട് വരുന്ന ഒരു ഇഷ്യൂസ്? വേറെ വണ്ടികൾ ഇഷ്ടംമാതിരി വിജേഷ് സർവീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഒരു ഇഷ്യൂസ് ആയിട്ട് വന്നത്, ചിലപ്പോൾ ചില ആൾക്കാർ ഓടിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവായിരിക്കാം. അപ്പോൾ എന്താണ് വിജേഷിൻ്റെ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്താണ്? കോമൺ ആയിട്ട് കംപ്ലൈന്റ് വരുന്നതെന്ന് വെച്ചാൽ അങ്ങനെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതൊന്നുമില്ല. ചെറിയ ഹമ്മിങ് നോയിസ് അത് പിന്നെ ക്ലിയർ ആക്കേണ്ട കേസേ ഉള്ളൂ. അത് ബെയറിംഗ് മാറ്റിയാണ് ക്ലിയർ ആക്കേണ്ട കേസേ ഉള്ളൂ. അത് ഏകദേശം എത്ര കിലോമീറ്റർ? ആൾട്ടർനേറ്ററിന്റെ കംപ്ലൈന്റ് ഏകദേശം എത്ര കിലോമീറ്റർ വരും? എനിക്കിപ്പോൾ അതിന്റെ കംപ്ലൈന്റ് വന്നതെന്നുണ്ടെങ്കിൽ അത് വാറണ്ടിയിലായതുകൊണ്ടാണ് ഞാനത് ചെലവ് രീതിയിൽ പറയാത്തത്. എനിക്കത് 80,000 കിലോമീറ്റർ എങ്ങനെയാണെന്ന് തോന്നുന്നത് അങ്ങനെ ഒരു കംപ്ലൈന്റ് വന്നത്. അപ്പൊ പുതിയ വണ്ടികൾക്ക് ഇപ്പൊ അങ്ങനെ വരാൻ തുടങ്ങി? വന്നില്ല. ഓക്കെ. അവിടെ ഈ അതൊരു കംപ്ലൈന്റ് ആയിട്ടല്ല, അത് വലിയ കോസ്റ്റ് ആവും? അത് വലിയ എന്നാലും വാറണ്ടിയിൽ ഉൾപ്പെടുന്നതാണ്.
വാറണ്ടി പീരീഡ് ആണെങ്കിൽ ഉൾപ്പെടും. ആ ഓക്കെ. ഞാൻ പിന്നെ എക്സ്റ്റൻഡ് വാറണ്ടി കൂടി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് 5 വർഷമാണല്ലോ കിട്ടുക. അതെ അതെ അതെ. ഓക്കെ ഓക്കെ ഓക്കെ. വേറെ അങ്ങനെ പേഴ്സണലി ഒന്നും പറയാനൊന്നുമില്ല. ഓക്കെ. അല്ല പിന്നെ ചില ആൾക്കാർ പറയുന്നുണ്ട് എന്താ ബ്രേക്ക് പാഡ് പെട്ടെന്ന് ഫ്രണ്ടിലത്തെ തീർന്നു പോകുന്നു ഒരു പരാതി പൊതുവെ കേൾക്കുന്നുണ്ട്. അത് നമുക്ക് കേൾക്കുന്നുണ്ട്. കാണുന്നത് എന്ന് വെച്ചാല് സാറ് വണ്ടിക്ക് മരിയില്ലല്ലോ. ഇല്ല, എന്റെ ഫസ്റ്റിൽ തന്നെ, അതായത് ഈ ഇത്രയും വലിയ ഞാൻ ഇത്ര ആൾ ഉപയോഗിച്ച് ഇതെടുക്കുന്നതിന് ഉപയോഗിച്ച സിയാസ് ആയിരുന്നു. അപ്പോൾ ഇതെടുത്തതിന് ശേഷം എനിക്ക് സംഭവിച്ചെന്നുണ്ടെങ്കിൽ ഫസ്റ്റിലത്തെ പിന്നെ 15,000 കിലോമീറ്ററിന്റെ സർവീസിന് അതിന്റെ ബ്രേക്ക് പാഡ് ഫ്രണ്ടിലത്തെ മാറ്റി. അന്ന് മാറ്റിയിട്ട് പിന്നെ മാറ്റുന്നത് 60,000 കിലോമീറ്റർ സർവീസിനാണ്. അപ്പൊ എത്ര കിലോമീറ്റർ കിട്ടി? 45,000 കിലോമീറ്ററോളം ഫ്രണ്ട് കിട്ടി. അത് മാറ്റിയതിന് ശേഷം ഇപ്പൊ 1,00,000 കിലോമീറ്റർ ആയി. അപ്പൊ എത്ര? 40,000 കിലോമീറ്റർ ആയി. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം 97,500 കിലോ മൈനർ ചെക്കപ്പിന് ഞാൻ വന്ന സമയത്ത് ദേശീയ പറഞ്ഞ ആ ഭാഗം ചിന്തിക്കാനായിട്ടില്ല എന്നാണ് പറഞ്ഞത്. അപ്പൊ അല്ല, ഞാൻ പറഞ്ഞത് ചില ആൾക്കാർക്ക് അത്ര കുറച്ച് കിട്ടുന്നതിന്റെ കാരണം എന്താ? ഓടിക്കുന്നതിന്റെ പ്രശ്നമാണോ? അല്ല, ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ലൈഫ് കിട്ടുന്നുണ്ട്. ഓരോ വണ്ടി നോക്കുമ്പോൾ ലൈഫ് കിട്ടുന്നുണ്ട്. ഇപ്പൊ വരുന്ന പേഡ് ഓക്കെ ആണ്. അപ്പൊ സാർ പറഞ്ഞ ഡ്രൈവിംഗിന്റെ പ്രശ്നം ഉണ്ടാവാം. ചില ഓടിക്കുന്ന രീതിയിൽ നമ്മൾ കാണിക്കാം. തീരുന്ന തീർന്നിട്ട് വണ്ടി വരുന്നുണ്ട്. ഇപ്പൊ പുതിയ ഇറങ്ങുന്നത് അങ്ങനെ വരുന്നുണ്ട്. പുതിയ ഇറങ്ങി അങ്ങനെ കണ്ടില്ല. എന്നാലും ഈ ഒരു ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു സമയത്ത് കുറച്ച് കണ്ടിട്ടുണ്ട്. പിന്നെ നമ്മള് അങ്ങനെ കാണില്ല. പിന്നത്തെ പേട് മാറ്റി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ കാണാറില്ല. അത് അല്ല, ഞാൻ പറയട്ടെ, ഇപ്പൊ എന്റെ വണ്ടി ശരിക്കും എന്റെ ടയർ എനിക്ക് മൈലേജ് കിട്ടിയത് 97,000. 1,00,000 ഇനി അത് ഓടുമായിരുന്നു. പക്ഷെ ഞാൻ അത്യാവശ്യം ഈ ലോങ് എല്ലാം പോകുന്നതുകൊണ്ട് എന്തെങ്കിൽ ടയർ വീൽ അലൈൻമെന്റും ബാലൻസിംഗും ചെയ്യുന്നിടത്ത് എന്നോട് പറഞ്ഞു ഇനി അത് മാറ്റിക്കോന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മാറ്റിയത്. അപ്പോൾ പിന്നെ ഈ 97,000 കിലോമീറ്റർ മൈലേജ് കിട്ടാറുമ്പോൾ ഞാൻ ബാക്കി ചില ആൾക്കാരോട് ഞാൻ ചോദിക്കുന്ന സമയത്ത് അവർ പറയാറുണ്ട് 60,000 കിലോമീറ്റർ 65,000 കിലോമീറ്റർ എന്നുള്ള രീതിയിലാണ് അവർ പറയാറ്. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ബാംഗ്ലൂരിൽ നിന്ന് പരിചയപ്പെട്ട ഒരാള്, അയാൾ ഇവിടെയാണ് പയ്യന്നൂരുള്ള ആളാണ്. അത് ഞാൻ ചോദിച്ച സമയത്ത് സാറേ എത്ര കിലോമീറ്റർ ആയി വണ്ടി എന്ന സമയത്ത് 65,000 കിലോമീറ്റർ നോക്കുമ്പോൾ ടയർ പുതിയതാ. അപ്പൊ അവർ പറഞ്ഞു ഞാൻ 60,000 കിലോമീറ്റർ ടയർ മാറിയെന്ന് പറഞ്ഞു. അപ്പൊ ടയറിന്റെ മൈലേജിനെ പറ്റി എന്താ വിജേഷ് അഭിപ്രായം? പൊതുവെ അത് ശ്രദ്ധിക്കാറുണ്ടോ? അതെ അതെ, അത് നല്ലൊരു ചോദ്യമാണ്. ടയറിനെ പറ്റിയിട്ട് സാറിന് 95,000 കിട്ടിയെന്ന് പറഞ്ഞു. 97,000 കിട്ടി. അത് നല്ല ഡ്രൈവിങ്ങും കൃത്യമായിട്ട് അലൈൻമെന്റ് ബാലൻസ് ചെയ്യുന്നുണ്ടാവും. 5,000 10,000 കിലോമീറ്റർ വീൽ ബാലൻസിങ് ചെയ്യുന്നുണ്ട്. എന്നോട് ടാറ്റന്റെ നിങ്ങളുടെ കമ്പനി എന്ന് പറഞ്ഞത് 7,500 കിലോമീറ്റർ ചെയ്യാനാണ് പറയുന്നത്. പക്ഷെ ഞാൻ 5,000 ചെയ്യാറുണ്ട്. അത് നല്ലതാണ്. അപ്പോ അത് തന്നെയാണ് മെയിൻ പ്രത്യേകത. പിന്നെ ഡ്രൈവിങ്ങും അത് തന്നെ. പിന്നെ റൊട്ടേഷൻ ചെയ്യുന്നുണ്ടാവും. അത് തന്നെ. പിന്നെ ഇതന്നെ പറഞ്ഞാൽ 5,000-ന് ഓരോ ടയർ റൊട്ടേഷൻ ചെയ്യാം കൃത്യമായിട്ട്. പിന്നെ അതേപോലെ